സാധാരണക്കാരായ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുമ്പോൾ ആദ്യം തടസ്സമായി നിൽക്കുന്നത് എന്താണ്? സംശയമില്ല, അത് പണം തന്നെയാണ്. കയ്യിൽ വലിയ സമ്പാദ്യമില്ലാത്തവർക്ക് ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ ബാങ്കിനെ ആശ്രയിക്കണം. പക്ഷെ ബാങ്കിൽ പോയാൽ അവർ ആദ്യം ചോദിക്കുക ഈട് നൽകാൻ എന്തുണ്ട് എന്നാണ്. വീടോ സ്ഥലമോ സ്വർണമോ ഇല്ലാത്തവർക്ക് അപ്പോൾ ആ സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വരും. എന്നാൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന CGD MSC എന്ന പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1 സെന്റ് ഭൂമി പോലും ഈടായി നൽകാതെ 5 കോടി രൂപ വരെ ബാങ്ക് ലോൺ കിട്ടാൻ ഈ പദ്ധതി സഹായിക്കും. ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി സംസാരിക്കുന്നത്. എന്താണ് ഈ പദ്ധതി എന്ന് നമുക്ക് ആദ്യം നോക്കാം. ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് ഫോർ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ് എന്നാണ് ഇതിന്റെ മുഴുവൻ പേര്. പേര് കേട്ട് പേടിക്കേണ്ട. ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ അതിന് സർക്കാർ ജാമ്യം നിൽക്കുന്ന രീതിയാണിത്. സാധാരണ ഒരാൾ ലോൺ എടുക്കുമ്പോൾ ബാങ്കിന് പേടിയുണ്ടാകും, ഇയാൾ ഈ പണം തിരിച്ചടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. അതുകൊണ്ട് അവർ വീടാധാരമോ മറ്റോ ചോദിക്കുന്നത്. എന്നാൽ ഈ പദ്ധതി വഴി നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരും സിഡ്ബിയും ചേർന്ന് രൂപീകരിച്ച ഒരു ട്രസ്റ്റ് ബാങ്കിനോട് പറയും, ഇയാൾ പണം തിരിച്ചടച്ചില്ലെങ്കിൽ അതിന്റെ ഒരു വലിയ ഭാഗം ഞങ്ങൾ നൽകിക്കൊള്ളാമെന്ന്. അതുകൊണ്ട് തന്നെ ബാങ്കിന് ധൈര്യമായി നിങ്ങൾക്ക് പണം നൽകാൻ സാധിക്കും. ഈ ലോൺ ആർക്കൊക്കെ കിട്ടുമെന്ന് നോക്കാം. നിലവിൽ ചെറിയ രീതിയിൽ ബിസിനസ് നടത്തുന്നവർക്കും പുതിയതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് പ്രയോജനപ്പെടുത്താം. കച്ചവടം ചെയ്യുന്നവർ, സാധനങ്ങൾ നിർമ്മിക്കുന്നവർ, അതായത് മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ, പിന്നെ സർവീസ് മേഖലയിലുള്ളവർ എന്നിവർക്കെല്ലാം ഇതിലൂടെ അപേക്ഷിക്കാം. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ചെറിയ തയ്യൽ യൂണിറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു IT സർവീസ് സെന്റർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ പദ്ധതി വഴി ലോൺ ലഭിക്കും. എന്നാൽ കാർഷിക മേഖല, സ്വയം സഹായ സംഘങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സാധാരണയായി ഇതിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. അവ ഓരോ ബാങ്കും വിശദമായി തന്നെ പരിശോധിക്കണം. എത്ര രൂപ വരെ ലോൺ കിട്ടും എന്നതാണ് അടുത്ത ചോദ്യം. 2026 പുതുക്കിയ നിയമങ്ങൾ പ്രകാരം 5 കോടി രൂപ വരെ ഈ പദ്ധതിക്ക് കീഴിൽ ലോൺ ലഭിക്കാൻ സാധ്യതയുണ്ട്. മുൻപിത് 2 കോടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ പരിധി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത 10 ലക്ഷം രൂപ വരെയുള്ള ലോണുകൾ ഈടൊട്ടും വേണ്ട എന്നതാണ്. അതിനു മുകളിലുള്ള തുകയ്ക്ക് ബാങ്കുകൾക്ക് അവരുടെ റിസ്ക് അനുസരിച്ച് ചെറിയ നിബന്ധനകൾ വെക്കാം. എങ്കിലും വലിയൊരു ഭാഗം തുകയ്ക്കും സർക്കാർ ഗ്യാരണ്ടി ഉണ്ടാകും. ഇനി എങ്ങനെയാണ് ഇതിന് അപേക്ഷിക്കേണ്ടതെന്ന് ഘട്ടം ഘട്ടമായി തന്നെ പറയാം. ശ്രദ്ധിച്ച് വീഡിയോ മുഴുവനായും കേൾക്കണം. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കുക എന്നതാണ്. എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, അതിന് എത്ര ചിലവ് വരും, മാസത്തിൽ എത്ര ലാഭം കിട്ടും എന്നൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെക്കണം. ഇതിനെയാണ് പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. രണ്ടാമതായി നിങ്ങളൊരു ബാങ്കിനെ സമീപിക്കണം. എല്ലാ പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും ചില പ്രാദേശിക ബാങ്കുകളും ഈ പദ്ധതിയിൽ അംഗങ്ങളാണ്. ബാങ്കിൽ പോയി മാനേജരോട് ഈ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാം. ഈ സ്കീം വഴി എനിക്ക് ലോൺ വേണമെന്ന് വ്യക്തമായി തന്നെ പറയാം. ബാങ്കിൽ നിൽക്കുമ്പോൾ ചില രേഖകൾ കയ്യിൽ കരുതണം. നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തിന്റെ വാടക കരാർ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശ രേഖ, പിന്നെ ഏറ്റവും പ്രധാനം ഉദ്യമ രജിസ്ട്രേഷൻ ആണ്. MSME മേഖലയിലുള്ള കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു തിരിച്ചറിയൽ രേഖയാണിത്. ഇത് ഓൺലൈനായി സൗജന്യമായി തന്നെ എടുക്കാൻ കഴിയും. കൂടാതെ കഴിഞ്ഞ കുറച്ചു കാലത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും കയ്യിൽ കരുതുന്നത് നല്ലതാണ്. ബാങ്ക് നിങ്ങളുടെ പ്രൊജക്ട് റിപ്പോർട്ടുകൾ പരിശോധിക്കും. നിങ്ങളുടെ ബിസിനസ് വിജയിക്കുമെന്ന് ബാങ്കിന് ബോധ്യം വന്നാൽ അവർ ലോൺ അനുവദിക്കും. അതിനുശേഷം ബാങ്ക് തന്നെ ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ട ഗ്യാരണ്ടി ഉറപ്പാക്കും. ഇതിനായി നിങ്ങൾക്ക് ഒരു ചെറിയ തുക ഗ്യാരണ്ടി ഫീസായി നൽകേണ്ടി വരും. ഇത് സാധാരണ ലോൺ പലിശയോടൊപ്പം ചേർക്കുകയാണ് ചെയ്യാറുള്ളത്. പലരും വരുന്ന ചില തെറ്റുകൾ ഇവിടെ പറയാം. ഒന്നാമത്തെ തെറ്റ്, ബാങ്കിൽ പോയി ഇത് ലോൺ മേളയാണെന്ന് കരുതി പണം ചോദിക്കുന്നത്. ഇത് സൗജന്യമായി കിട്ടുന്ന പണമല്ല, കൃത്യമായി തിരിച്ചടയ്ക്കേണ്ട ലോണാണ്. രണ്ടാമത്തെ തെറ്റ്, കൃത്യമായ പ്രൊജക്ട് റിപ്പോർട്ട് ഇല്ലാതെ പോകുന്നത്. നിങ്ങൾക്ക് എന്തിനാണ് പണമെന്ന് ബാങ്കിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ ലോൺ തരില്ല. മൂന്നാമത്തെ കാര്യം സിബിൽ സ്കോർ ആണ്. നിങ്ങളുടെ മുൻപത്തെ ലോണുകൾ കൃത്യമായി അടച്ചിട്ടില്ലെങ്കിൽ സിബിൽ സ്കോർ കുറവായിരിക്കും. അങ്ങനെ വന്നാൽ ലോൺ കിട്ടാൻ പ്രയാസമാണ്. ഒരു പ്രധാന കാര്യം കൂടി ശ്രദ്ധിക്കുക. 2026 നിയമങ്ങളിൽ മാറ്റം വരാം. അതുകൊണ്ട് ലോൺ അപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ബാങ്കിലോ പോയി നിലവിലെ സാഹചര്യങ്ങൾ തിരക്കണം. പലിശ നിരക്കിലും ഗ്യാരണ്ടി ഫീസിലും ചെറിയ മാറ്റങ്ങൾ വരാം. കൂടാതെ ഇതിന്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഏതൊക്കെ ബാങ്കുകളാണ് ലോൺ നൽകുന്നത് എന്ന് പരിശോധിക്കാവുന്നതാണ്. ബാങ്ക് മാനേജർ ഈ സ്കീമിനെ കുറിച്ച് അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് ബാങ്കിന്റെ ഹെഡ് ഓഫീസിനെയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴി പരാതിപ്പെടാവുന്നതുമാണ്. കാരണം ഇത് സർക്കാർ നൽകുന്ന അവകാശമാണ്. നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ബിസിനസ് തുടങ്ങാൻ ഈട് ഒരു തടസ്സമാകരുത് എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായി തന്നെ മുന്നോട്ട് വരിക. കൃത്യമായ പ്ലാനിങ്ങും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മികച്ച ഒരു സംരംഭകനാകാൻ സാധിക്കും. ലോൺ എടുക്കുന്ന പണം ബിസിനസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അത് കൃത്യമായി തിരിച്ചടച്ച് ബാങ്കുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കണം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമന്റായി ചോദിക്കാം.